ഇന്നത്തെ കുക്കിങ്ങിലോട്ട് പോയാലോ? ഇന്നൊരു നാടൻ മുട്ടക്കറി തന്നെ കേട്ടോ. എങ്ങനെ വെക്കുന്നത് നോക്കിയാലോ? അങ്ങനെ തേങ്ങയിലോട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കുക ചെയ്യുന്നത്. ആ അരപ്പിലോട്ട് തന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ പാകത്തിന് വലിയ ജീരകം ഇട്ട് കൊടുത്ത് വീണ്ടും അരച്ചെടുക്കട്ടെ. നല്ല പട്ടുപോലെ അരച്ചെടുക്കുക. അതിന് ശേഷം ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു, കറിവേപ്പില ഇട്ടു, നന്നായി പൊട്ടിച്ചെടുത്തതിന് ശേഷം വലിയ ഉള്ളി ഇട്ട് കൊടുത്തു. നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. വഴറ്റിയെടുക്കുമ്പോൾ വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായി വഴങ്ങിയതിന് ശേഷം നമുക്ക് അതിൽ തക്കാളി ഇട്ട് കൊടുക്കാം. വീണ്ടും വഴറ്റിയെടുക്കാം. മുളക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയതിന് ശേഷം ഈ അരപ്പ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അരപ്പ് നന്നായി പച്ചമണം മാറുന്നവരെ വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ പട്ട, കറാമ്പ് ഇട്ട് കൊടുക്കുക, പൊടി ഇട്ട് കൊടുക്കുക. വേണ്ടവർ ഇട്ട് കൊടുത്താൽ മതി. ചില ആൾക്കാർക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നില്ല. വേണ്ടവർ ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ അരപ്പ് നന്നായി വേവിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കേട്ടോ. വീണ്ടും നന്നായി വേവിച്ചെടുത്തു. പിന്നെ അതിനുശേഷം പുഴുങ്ങി വെച്ച മുട്ട വരഞ്ഞ് അതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഒന്ന് 2 മിനിറ്റ് തിളപ്പിച്ച് എടുത്തതിന് ശേഷം മേലെ കറിവേപ്പിലയും തൂക്കി ഇതാ നമ്മൾ അടിപൊളി നാടൻ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് നല്ലൊരു നാടൻ മുട്ടക്കറിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ ദെൻ ബൈ.